സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം കടുപ്പിച്ചിരിക്കുകയാണ് ആശാ വർക്കർമാർ. ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ കളക്ടറേറ്റ് ഉപരോധം. അതേസമയം CITU ആശാ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലും ഇതേ സമയത്ത് തന്നെ ബദൽ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. നിഷ ദിലീപ് ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും. നിഷ, ഈ സമരം മറ്റ് ജില്ലകളിലേക്ക് കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിലും ഒപ്പം മലപ്പുറത്തും ഇന്ന് കളക്ടറേറ്റ് ഉപരോധിക്കുന്നത് ആശാ വർക്കർമാർ. സമരം ആരംഭിച്ചു. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, ആശാ വർക്കർമാരുടെ സമരം 18ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ജില്ലാ തലങ്ങളിലേക്കും പ്രതിഷേധം വ്യാപകമാവുകയാണ്. അതിന്റെ ഭാഗമായാണ് ആലപ്പുഴ ജില്ലയിൽ കളക്ടറേറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ സമരം ആരംഭിച്ചത്. നമ്മൾക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാം. ആശമാർ ഇവിടെ കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ്. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നിന്നുള്ള കാഴ്ചകളാണിത്. ഇവരുടെ ആനുകൂല്യങ്ങൾക്കായാണ് ഇവരുടെ ഒരു സമരം. നേരത്തെ തന്നെ ഈ സമരം പ്രഖ്യാപിച്ചതാണ്. ജില്ലകളിലേക്കുള്ള പ്രതിഷേധം വ്യാപകമാക്കുക എന്നതിൻ്റെ ഭാഗമായാണ് ആദ്യത്തെ ദിവസം ആലപ്പുഴ ജില്ലയിൽ ഇത്തരത്തിൽ ആശാ വർക്കർമാരുടെ സമരം നടക്കുന്നത്. ഈ സമരം അടിച്ചമർത്താനെന്നോണം ബദൽ സമരവുമായി CITUവിൻ്റെ യൂണിയനും രംഗത്തെത്തിയിട്ടുണ്ട്. അവരും ഇതേ സമയം തന്നെയാണ് ഇതിന് തൊട്ടടുത്ത് പാസ്പോർട്ട് ഓഫീസിലേക്ക് അവർ പ്രതിഷേധ പ്രകടനമായി വന്നാണ് പാസ്പോർട്ട് ഓഫീസ് ഉപരോധിക്കുന്നത്. ആശാ വർക്കേഴ്സ് യൂണിയൻ സ്വതന്ത്ര ആശമാരുടെ സംഘടനയാണ്. അവരാണ് ഇപ്പോൾ ഇവിടെ കളക്ടറേറ്റിന് മുന്നിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. രാവിലെ തന്നെ 10 മണിയോടുകൂടി ഇവരുടെ പ്രതിഷേധത്തിനായി ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശാ വർക്കർമാർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരുടെ ആനുകൂല്യങ്ങൾ നൽകുക, അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള ഒരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവർക്ക് എല്ലാ പിന്തുണയും നൽകാൻ വിവിധ സംഘടനകൾ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ആലപ്പുഴ പല ജില്ലകളിലും ജില്ലാ തലങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണ്. ഈ സമരത്തിന് ബദലായി മറ്റൊരു സമരവും കൂടെ നടക്കുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് അതിനോട് യോജിക്കുന്നില്ല. കാരണം ഞങ്ങൾ 18 വർഷക്കാലം കൊണ്ട്, ഞങ്ങൾ 18 അല്ല അതിനേക്കാൾ കൂടുതൽ വർഷം MSSC പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിനകത്ത് വന്ന് നമ്മൾ ഈ 18 വർഷം കൊണ്ട് കഷ്ടപ്പാട്, ഒരുപാട് ദുരിതങ്ങളും, ഞങ്ങളുടെ നല്ല ജീവിതം ഞങ്ങൾ ഈ നടന്ന് പലർക്കും മുട്ടുവേദനയും അതുപോലുള്ള ബുദ്ധിമുട്ടുകളാണ്. ആ ബുദ്ധിമുട്ടുകളിലൂടെ നമുക്ക് വെറും കൈയോടെ ഇറങ്ങി തിരിച്ചു പോരാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല. നമ്മളെ ഇത്രയും നാളും നമ്മുടെ വീട്ടുകാർ നോക്കി, ഇനിയും നമ്മുടെ മക്കൾ നോക്കണം എന്ന് പറഞ്ഞ് നടക്കത്തില്ല. കാരണം ഞങ്ങൾ നാടിന് വേണ്ടിയിട്ടാണ് ഇതുവരെ ജീവിച്ചത്. ഞങ്ങൾ ഒരുപാടൊന്നും ചോദിച്ചിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ദിവസം 700 രൂപ വെച്ചുള്ള നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. അത് തരാതെ ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറത്തില്ല. അത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഈ സമരത്തിന്റെ ഈ സമയത്ത് തന്നെ, അതായത് ആശാ വർക്കേഴ്സിന്റെ CITU ഗ്രൂപ്പിൽ ഇന്നലെ ശബ്ദ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു, ഈ സമരത്തിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ്. കാരണം നിങ്ങളുടെ സമരത്തെ ഏത് വിധേനയും പൊളിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവിടെ ഒരു സമരം നടക്കുന്നത്. ആ ശബ്ദ സന്ദേശത്തെ കുറിച്ചൊക്കെ അറിഞ്ഞിരുന്നോ? ഇന്നലെ CITUവിന്റെ ആശാ വർക്കേഴ്സ് യൂണിയന്റെ ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ ഈ സമരത്തിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഈ സമരം നടക്കുന്ന അതേ സമയം തൊട്ടപ്പുറത്ത് അവരുടെ ഈ സമരം നടക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ സമരം ഇല്ലാതാക്കാനല്ലേ അങ്ങനെ ഒരു ശ്രമം? യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സമരം വിജയിക്കുമെന്ന് കണ്ടുകൊണ്ട് ഗവൺമെന്റ് വിരളി പിടിച്ചെടുത്തേക്കുന്ന തീരുമാനമാണ് CITUവിന്റെ നേതൃത്വത്തിലുള്ള സമരം നടക്കുന്നത്. സത്യത്തിൽ ഇന്ന് നമ്മളെ ഈ ആശമാർ ഒറ്റക്കെട്ടാണെന്ന് ഗവൺമെന്റിന് ബോധ്യമായിട്ടുണ്ട്. ഇപ്പൊ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. നമ്മൾ ഈ പറഞ്ഞ ആശാ വർക്കർമാർ ഫീൽഡിലോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അവർക്കറിയാം നമ്മുടെ സമൂഹത്തിൽ എന്താണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ജനങ്ങൾ ഒന്നടങ്കം നമ്മുടെ ഒപ്പം നിൽക്കുന്നതെന്ന് മനസ്സിലായിക്കൊണ്ട് വിരളി പിടിച്ചെടുത്തേക്കുന്ന തീരുമാനമാണ് ഇന്ന് CITUവിന്റെ നേതൃത്വത്തിലുള്ള സമരം നടക്കുന്നത്. ആരെങ്കിലും പറഞ്ഞിരുന്നോ ഈ സമരത്തിന് വരരുതെന്ന്? ഞങ്ങൾക്ക് ഇതിനുള്ള സന്ദേശം ഞങ്ങളുടെ ഗ്രൂപ്പുകളിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അംഗീകരിച്ചു കൊടുക്കത്തില്ല. ഞങ്ങൾ ഇത് മുന്നോട്ട് തന്നെ പോകും. ഞങ്ങളോടാരും പറയത്തില്ല. ഞങ്ങൾ ഈ ഇത്രയും വർഷമായിട്ട് ഈ 18 വർഷം കഷ്ടപ്പെട്ടിട്ട് വെറും കൈയോടെ ഇറങ്ങി വരാൻ പറ്റുമോ? ഞങ്ങളുടെ മക്കൾക്ക് നമുക്ക് എന്തെങ്കിലും ഈ വയ്യാത്ത അവസ്ഥയെ നമ്മളെ നോക്കണ്ടേ? 10 രൂപയെങ്കിലും നമ്മളിൽ ഉണ്ടെങ്കിലല്ലേ നമ്മളെ അവർ നോക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വിരമിക്കൽ ആനുകൂല്യം 21,000 രൂപയും നമുക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. അതാണ് നമ്മുടെ ആവശ്യം. വേറെ നമ്മൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല. രജനി, ഇവർ പറയുന്നത് ഒരുപാട് കാലം നടന്ന് ജോലി ചെയ്ത ആളുകളാണ്. നമുക്കിവരെ കാണാം. എല്ലാവരും പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളാണ്. അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യത്തിന് വേണ്ടി ആ രീതിയിലൊക്കെയാണ് അവരുടെ സമരം മുന്നോട്ട് പോകുന്നത്. ഒരു തരത്തിലും ഈ സമരത്തെ
അടിച്ചമർത്താൻ കഴിയില്ല എന്ന ഒരു ഉറപ്പോടുകൂടി തന്നെയാണ് അവർ ഈ കളക്ടറേറ്റിന് മുന്നിൽ വന്നിരിക്കുന്നത്. നിരവധി ആളുകൾ കളക്ടറേറ്റിന് മുന്നിൽ കളക്ടറേറ്റിന് അഭിമുഖമായിട്ട് ഇരുന്ന് സമരം ചെയ്യുകയാണ്. ഇതിനെ അടിച്ചമർത്താൻ, ഇവരുടെ ഈ സമരം അടിച്ചമർത്താനായിട്ട് തൊട്ടപ്പുറത്ത് തന്നെ ഇവരോടൊപ്പം ജോലി ചെയ്യുന്ന കുറേ ആളുകൾ ഉൾപ്പെടുന്ന ഒരു CITU യൂണിയനിൽപ്പെട്ട ആളുകൾ തൊട്ടപ്പുറത്ത് പാസ്പോർട്ട് ഓഫീസിലേക്ക് സമരം നടത്തുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തന്നെ ഉന്നയിച്ചുകൊണ്ടാണ് അവരും സമരം നടത്തുന്നത്. ഏത് രീതിയിലും, അതായത് ഇവരുടെ സമരത്തിൽ പങ്കെടുക്കരുത്, ഈ ആശമാരുടെ ശക്തി ഒരിക്കലും തെളിയിക്കപ്പെടരുത്, ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് 2 ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ഇവർക്കിടയിൽ തന്നെ ഒരു ഭിന്നിപ്പുണ്ടാക്കി ഒരു വിഭാഗവുമായി തൊട്ടപ്പുറത്ത് CITU യൂണിയൻ സമരം നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇവർ കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ സമരം നടക്കുന്നത്. എന്തായാലും എന്തുണ്ടെങ്കിലും എന്തു തന്നെ വന്നാൽ പോലും ഈ സമരത്തിൽ നിന്നും പിന്മാറില്ല. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. രജനി, ആശാവർക്കർമാരുടെ സമരം, അത് പ്രതിഷേധം കടുക്കുക തന്നെയാണ് മറ്റു ജില്ലകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിൽ സമരം നടത്തുകയാണ് ആശാവർക്കർമാർ. എത്ര ഭീഷണിപ്പെടുത്തിയാലും പരിഹസിച്ചാലും തങ്ങൾക്ക് ലഭിക്കേണ്ട ആ ആനുകൂല്യങ്ങൾ നേടിയിട്ട് മാത്രമേ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകുകയുള്ളൂ എന്നാണ് ആശാവർക്കർമാർ ഒന്നടങ്കം പറയുന്നത്. ഒപ്പം ഇതിന് ബദലായിട്ട് CITUവിൻ്റെ നേതൃത്വത്തിൽ ഒരു സമരവും ആലപ്പുഴയിൽ അരങ്ങേറുന്നുണ്ട്.